Hello friends, welcome back to my channel The Lady Boss. So I'm back again after a long time. So I'm so happy again. So I'm going to react today from the movie 2020. So today from the 2020 movie I'm going to react comedy movie scenes. So in this movie the two legends in the Malayalam industry, Mammootty sir, Mohanlal sir are acted in this movie. So and again Dilip sir also is there in this movie. So I'm so excited to react these comedy scene today. So after a long time. So without any delay, let's get started the video. അനുചേട്ടാ So this is a comedy scene actually. Oh, I'm so happy to see our Mohanlal sir after a long time. പ്ലീസ് പ്ലീസ് ഒരു ഇൻഫോർമൽ അനൗൺസ്മെന്റ് നടത്തിക്കോട്ടെ. എന്റെ ഒരേ ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയ ഗോദവർമ്മയുടെ മകൾ സുദർശനയുടെയും എന്റെ മകൻ രാമവർമ്മയുടെയും മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം I don't know ഞാൻ the അറിയിക്കുകയാണ്. name. I think Congratulations, Kavya. Sapeta. I don't know. ഹലോ ഹായ് So ഭാഷ ശരിയല്ലേ? ഒരു എം ബി ലൈനിൽ മുത്തശ്ശിയുടെ കാര്യതടവ് കിട്ടിയ ഭാഷയാണ്. അനുചേട്ടാ കഴിക്കുന്നില്ല? എക്സ്ക്യൂസ് മീ അപ്പേട്ട ഒരു മിനിറ്റ്. മിസസ് മേനോൻ ഭാഗ്യവതിയാ. ഇതുപോലെ പുറത്തുള്ള രണ്ട് ആമക്കളെ കിട്ടിയല്ലോ. Mammootty sir ഇൻഡാസ് കിട്ടി. is back here again. കൊണ്ടുപോയി അവന്റെ അച്ഛി വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. രവിവർമ്മയെ പ്രൂഫ് റെഡറാക്കിയിട്ട് ഇയാൾ മാനേജിംഗ് എഡിറ്ററുടെ കസേലിരിക്കില്ല. ഹലോ വർമ്മയാൻ വർമ്മ, എന്താണ് ചേട്ടനും കൂടി ഒരു രഹസ്യം? കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിരിക്കില്ലേ? ഇനി മുമ്പോട്ടുള്ള നടപടികളെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് കൊടുക്കായിരുന്നു. വേണ്ടേ? തീർച്ചയായിട്ടും വേണം, നടക്കട്ടെ. Comedy scene. വേണ്ടാത്ത പണിക്കൊന്നും പോലെ ചളമാവേ. It's a അച്ഛൻ പെട്ടിയെടുത്ത് പോയവനെന്ന് ഞാൻ പോകത്തില്ല. from the movie 2020. എങ്ങോട്ട് പോകുന്നില്ല? ക്ഷണിക്കാനൊക്കെ നമുക്ക് ജോലി ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. മെമ്മോ തന്ന് വരുത്തിയതാ. നീ കഴിക്കുന്നില്ലേ? പ്രൂഫ് റീഡർക്ക് പറഞ്ഞിട്ടുള്ളതാണോ അമ്മേ സൊസൈറ്റിയും പാർട്ടി? അനിയൻചേട്ടന് ഭക്ഷണം ഇങ്ങോട്ട് എടുക്കട്ടെ? മെനി മോർ റിട്ടേൺസ് ഓഫ് ദ ഡേ സുദർശന. എന്താ മോനെ കാര്യം? നീ പോയി കിടന്നോ. അവരെ കണ്ടില്ലല്ലോ മോനെ. അവര് വന്നോളും മുത്തശ്ശി. ഇന്ന് ശരിക്കും സുധുവിന്റെ പിറന്നാളാണോ? ഓ, ആണ്ട് പിറന്നാളൊന്നുമല്ല, പക്ക പിറന്നാളാ. ക്ലബിൽ പാർട്ടി നടത്തണമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കാരണം വേണ്ടേ? ബ്യൂട്ടി പാർലറിൽ കയറ്റി പെയിന്റ് ഒക്കെ അടിപ്പിച്ച അവളെ അവിടെ നിർത്തിയിരിക്കുന്നത്. ലിപ്സ്റ്റിക്കും ഉണ്ട്. പാവല്ലേടാ അവള്. പാവമായിരുന്നു. ഇന്ന് കണ്ടപ്പോ പാവയായിട്ട് തോന്നി. ഈ പരിഷ്കാരമൊക്കെ കാലത്തിന്റെ ആവശ്യമാ. തമ്പുരാട്ടി തിരി. ആ, പരപ്പെട്ട മുത്തശ്ശി പറഞ്ഞാട്ടോ, പരിഷ്കാരം കാലത്തിന്റെ ആവശ്യമാണെന്ന്. അതുകൊണ്ട് ആ ഇടയ്ക്കൊക്കെ പഠിപ്പുരെ തൂക്കി വല്ല ജാസൊക്കെ അടിച്ചു പഠിക്കാൻ നോക്ക്. എഴുത്തുപുരമുറ്റത്ത് ഫാഷൻ പരേഡ് നടത്താൻ പോവാണ് അപ്പേട്ടൻ. ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടി പരമേട്ടനെയും പായിപ്പാടിനെയും പൂറ്റിക്കുഞ്ഞിനെയൊക്കെ ടെറാക്കോട്ട പെയിന്റ് അടിച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിർത്തിക്കളെ അപ്പേട്ടൻ. അയ്യോ കുഞ്ഞ്, അത് ഉണങ്ങുന്ന പെയിന്റ് ആയിരിക്കൂ. Explain the കിണുങ്ങുന്ന flashback. പെയിന്റ് കുഞ്ഞുണ്ണ വന്നാട്ടെ. ആ ഞാൻ വരാം. I don't understand what is happening here. I'm trying to understand. I'm just seeing the subtitles. I didn't see the full movie, so I'm just seeing the movie clips and details. I didn't get the story, what is going happening here. ഒഴിഞ്ഞു മാറിയതാ. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? ആ I think it's a kind of investigation movie. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അനിയൻചേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? Anyone എത്ര mentioned in the ദിവസമായി comment what kind of അനിയൻചേട്ടൻ story എന്നോട് it is? മിണ്ടിട്ടെന്ന് അറിയാമോ? എന്താ സുദർശനെ, സുഖമാണോ? ഇങ്ങനെ മിണ്ടിയാ മതിയോ? അനിയൻചേട്ടന്റെ മനസ്സിൽ എന്തുണ്ട്? അത് എങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ഇറിറ്റേറ്റ് ചെയ്തു അനിയൻചേട്ടാ? എന്ത് ഇറിറ്റേറ്റ് ചെയ്തെന്നോ? ആരോട് ചോദിച്ചിട്ടാടി നീ ലിപ്സ്റ്റിക് ഇട്ട്? ആരോട് ചോദിച്ചിട്ടാ ലിപ്സ്റ്റിക് ഇട്ടെന്ന്?
അപ്പച്ചിയാ പറഞ്ഞു ഇങ്ങനെയൊക്കെ വേണമെന്ന്. ഓഹോ, ഒരു അപ്പച്ചയും മരുമോളും. ഈ മോന്തയ്ക്ക് എന്തോന്നാ തേച്ചു വെച്ചിരിക്കുന്നത്? മതിയോ? പറ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനിയും മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. Dilip sir is the എന്ത് കാര്യങ്ങളും? police അത് പോട്ടെ, character. He അത് acted ഇതുപോലെ as a police വിളക്കെണ്ണ character in this movie. തുടച്ചങ്ങ് തൂത്ത് കളഞ്ഞോളാം. ഇടി നാണമില്ലല്ലോടി, പക്ക പിറന്നാൾ ആണ്ട് പിറന്നാളാന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരെ കളിപ്പിക്കാൻ. അയ്യേ, ഛെ, പോ, പൊയ്ക്കോ പൊയ്ക്കോ, എനിക്ക് ഉറക്കം വരുന്നു, പോ. മഹാഭാഗ്യമാ ഇങ്ങനൊരു ബന്ധം കിട്ടുന്നത്. എവിടെ വെച്ചാ താലി കെട്ടെന്ന് പറഞ്ഞത്? എഴുത്തുപുര വീട്ടിലെ കല്യാണമൊക്കെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താറുള്ളൂ ഏട്ടാ. ഓ, അങ്ങനല്ലേ. എന്തിനാ നീ വരണമെന്ന് പറഞ്ഞേ? അനിയൻ ചേട്ടൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. കാര്യം പറ. എനിക്ക് അമ്മാവനെ കണ്ട അനുഗ്രഹം വാങ്ങിക്കണം. അനിയൻ ചേട്ടാ പ്ലീസ് ഒന്ന് കൊണ്ടുപോകും. എന്തിനാ സുധു? അമ്മയുടെ സ്വഭാവം നിനക്കറിയാം. അനിയൻ ചേട്ടാ എന്നെ കൊണ്ടുപോകുമോ ഇല്ലോ എന്ന് പറ. നിനക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് പോണം അനിയൻ ചേട്ടാ, അമ്മാവനെ കാണണം. അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റാ. വാ കേറ്. എങ്ങട്ടാ സുധു? അമ്മയൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ശരിയമ്മായി. He's doing മോളെ മുറുക്കി കെട്ടണോ? some എടോ, investigation. മോളെയൊക്കെ അവര് മുറുക്കി കെട്ടിക്കോളും. താൻ പോയി ആനയെ മുറുക്കി കെട്ടാൻ നോക്ക്. യു സീ മിസ്റ്റർ അനന്തരാമൻ, എനിക്ക് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാലേ അലർജിയാണ്. പ്രൈവസി നഷ്ടപ്പെടുന്നു. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം നെസസറി ഈവിൾ. ചിറ, കം ഓൺ. Cheers. യെസ്. വല്ലാതെ വൈകുന്നല്ലോ സുധു. കണ്ടിട്ട് പോവാ അനിയൻ ചേട്ടാ, വന്നതല്ലേ. ഇപ്പോഴിങ്ങെത്തും. 7 മണിക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ടാ സാറ് പോയത്. ഇവളിതെവിടെ പോയിരിക്കുക? ചോദിക്കുന്നവരടുത്തൊക്കെ ഇപ്പൊ വരുന്ന എത്രന്ന് വെച്ചാ പറയാ. വരുമ്പോ വരട്ടെ. സുധ എവിടെ? അവളിങ് എത്തിയില്ലേ ഇതുവരെ? നിങ്ങളോടാ ചോദിച്ചേ? സർ പ്ലീസ് കം ഓൺ. എല്ലാരും ചോദിക്കുക അവളെവിടെയെന്ന്. കറങ്ങാൻ കണ്ട നേരം. ആട്ടിത്വം കൊടുത്താലും അടുക്കള സംസ്കാരം മാറില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യാനാ? അരുത് മോളെ, അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരുപാട് നേരം അയച്ചാ പറയാതെ വന്ന്. അച്ഛൻ പെട്ടെന്ന് ഇവിടെ ഒന്ന് അനുഗ്രഹിച്ചേ. അവളെ ഞാൻ എന്നേ അനുഗ്രഹിച്ചു കഴിഞ്ഞതാ. പിണങ്ങിയിട്ടൊന്നും അല്ല മോളെ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത്. വെഡിങ് കാർഡ് കിട്ടി. മിസ്റ്റർ ആൻഡ് മിസ്സസ് KK മേനോൻ എന്നതിന്റെ മുകളിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്റെ മൂത്ത മോന്റെ കല്യാണം ഒരു ക്ഷണക്കത്തിലൂടെ അറിയിക്കേണ്ട ചുമതലയെ എന്റെ ഭാര്യയ്ക്കുള്ളൂ എങ്കിൽ മാറി നിൽക്കുന്നതല്ലേ അന്തസ്? നിനക്ക് നല്ലതേ വരൂ. സർ, യു ഷുഡ് കൺട്രോൾ യുവർ സെൽഫ്. കുറച്ച് സമയം മൂളി പോയിരുന്നാലോ? എവിടെ പോയി കിടക്കാൻ? എന്താ ഈ കാണിക്കുന്നത്? എന്താ അമ്മേ ഇത്? എവിടെയായിരുന്നടാ ഇതുവരെ? എന്തിനാ ചോദിക്കണേ? എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? തനിക്കൊന്നും മനസ്സിലായില്ല. ഇയാൾക്കിപ്പോ ബോധമില്ല. ബോധമില്ലാത്തത് നിനക്കാ. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. നിനക്ക് വേണമെങ്കിൽ നിനക്ക് എടുക്കാറില്ല അവളെ. എന്തിനാ ഈ ഒളിച്ചു കളി? പറയടാ, എന്തിനായിരുന്നു ഈ ഒളിച്ചു കളി? മുത്തശ്ശി കേട്ടില്ലേ ഈ പറയുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ട മുത്തശ്ശി. എനിക്ക് ഇനി ഈ കല്യാണം വേണ്ട മുത്തശ്ശി. എടീ, അമ്മ പാവാണ് അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നത്. ഞാൻ അടുക്കളക്കാരിയല്ല.
മുത്തശ്ശിയുടെ വയറ്റിൽ പിറന്ന ഗോദവർമ്മ രാജയുടെ മകളാ ഞാൻ. happy. എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു ആഭാസനെ ഞാൻ സമ്മതിക്കില്ല. അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ മുത്തശ്ശി ഞാൻ. അവഗണിച്ച് ഇറക്കി വിട്ടില്ല അപ്പച്ചി. ആ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ, അല്ലാതെ എന്റെ അനിയനെ കൂടെ കിടക്കാൻ പോയതല്ല. വേണ്ട മുത്തശ്ശി, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. എന്റെ അച്ഛനല്ലാതെ കുറവ് ആദ്യമായിട്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്ക് ആരുമില്ല, ആരുമില്ല. സുദർശനെ, നിന്റെ താലിയാ നീ നിഷേധിക്കുന്നത്. അപമാനിച്ചിട്ട് ഔദാര്യ തല്ലി കാണിച്ചാൽ കഴുത്ത് നീട്ടി തരുന്ന ക്ലാവ് പിടിച്ച പിച്ചിലെ കോലൊന്നല്ല ഈ സുദർശന. ഈ വീട്ടിലെ രക്തമാണ് ഞാനും. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അറിവിന്റെ തിരുമുറ്റത്ത് അറിവുകേടിന്റെ ആൽക്കഹോളിക് പെർഫോമൻസ് അസലായപ്പെട്ട നാടക അസലായി. അതിഥികളും അന്തേവാസികളും അമ്മയും മുത്തശ്ശിയും ഒന്നിച്ചിരുന്ന് കണ്ടില്ലേ? അസലായി, അസലായി. ഇത്രത്തോളം ഭാവന അങ്ങേക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നല്ലൊരു പ്രോംപ്റ്ററും. നിനക്ക് നല്ലതേ വരൂന്ന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങി വന്ന് നമ്മുടെ സുധുവിനെ അമ്മ അപ്പേട്ടനും കൂടെ അപമാനിച്ചിറക്കി വിട്ടത്. അമ്മ തന്നെയാണോ അനിയൻ കുട്ട എന്ന് വിളിച്ച് എന്നെ വളർത്തിയത്? എങ്ങനെ നാവടക്കി കേട്ടു നിൽക്കാൻ പറ്റിയ അമ്മേ അപ്പേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ? എനിക്ക് ആരുമില്ലേ? ഞാനും അനാഥനാണോ? അതെ മുത്തശ്ശി, എന്റെ അച്ഛനെ അപമാനിച്ചിറക്കി വിട്ട, നമ്മുടെ സുധുവിനെ അപമാനിച്ചിറക്കി വിട്ട ഈ അന്യായത്തിന്റെ വീട്ടിൽ ഞാൻ അനാഥൻ തന്നെയാണ്. അപ്പം തമ്പുരാന്റെ ഫലം നടക്കട്ടെ. ഒരു കരിക്കട്ട പോലെ ഈ വീട്ടിൽ കിടക്കാൻ എന്നെ കൊണ്ടാവില്ല.
Wow, what a lovely scene. So, two legends acted in this movie, Mammootty sir and Mohanlal sir. So, hope you liked my reaction in this video. So, please comment in the comment box what kind of movie reaction you want in the next video. So, chalo, bye bye. See you in the next video, friends. Thank you for watching this video.